സർ അതുപോലെ തന്നെ MCA, BTech കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് BTech IT, അതുപോലെ തന്നെ BTech AI ആൻഡ് DS, ഇവ തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് പറയാമോ പൊതുവായിട്ട്? വളരെ നല്ലൊരു ചോദ്യമാണ്. ഇപ്പോൾ കുട്ടികൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ അനുഭവിക്കുന്ന ഒരു കാര്യമാണിത്. ഇതിൽ ഏത് വേണം എന്നുള്ളത്. എല്ലാ കോഴ്സുകളും നല്ലതാണ്. കാരണം ഇത് ഏത് കോഴ്സുകൾ ചെയ്താലും നമ്മൾ സാധാരണഗതിയിൽ അവരെല്ലാവരും സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു പ്രൊഫഷനിലേക്കാണ് ഇവരെല്ലാവരും വരുന്നത്. പിന്നെ നമ്മൾ പറയുമ്പോൾ BTech കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന കോഴ്സാണ് എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ BTech CS-ഉം BTech IT-യും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്ന ഇപ്പോൾ പല കോളേജുകളിലും അതുണ്ട്. അപ്പോൾ ഞാനത് എൻ്റെ അഭിപ്രായമല്ല, ഞാൻ ലിറ്ററേച്ചർ വായിച്ചപ്പോൾ അതിലൊരു രസകരമായിട്ടുള്ള എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കാർ ഉണ്ടാക്കുന്ന കമ്പനിയുടെ ആ കാർ ഉണ്ടാക്കുന്ന ടെക്നോളജി പഠിക്കുന്നതാണ് CS കമ്പ്യൂട്ടർ സയൻസ്. എന്നാൽ ആ കാർ ഓടിക്കാൻ ആ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഒരു സ്ട്രീമാണ് IT. ഇത് വളരെ റഫായിട്ടുള്ള ആട്ടോ, ഇതൊരു കൃത്യമായിട്ടുള്ളൊരു ഇതല്ല. അതാണല്ലേ സംഭവം അതെ സംഭവം കിട്ടും. അതെ, ഞാൻ ലിറ്ററേച്ചറിൽ നിന്ന് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു ആൻസറാണ്.